അപ്പോൾ നമുക്ക് അപ്സര മാമിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ മാം 2 വാക്ക്. നമസ്കാരം കാട്ടാക്കട. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. ഈ മഹനീയമായ വ്യക്തികളുടെ ഒപ്പം എനിക്ക് ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ, കാട്ടാക്കടയിൽ ഈ മണ്ണിൽ വരാൻ സാധിച്ചതിൽ, നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ വലിയ ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നീണ്ട 23 വർഷങ്ങൾ സഞ്ചരിച്ച് വിജയിച്ച് ഇവിടെ നിൽക്കുകയാണ്. അതൊരു ചെറിയ കാലയളവല്ല. അതുവരെ എത്തണമെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. അത് സക്സസ്സായി ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും സാമ്പത്തികമായും അങ്ങനെ മുന്നോക്കം ഒരേപോലെ വരാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക, അവരുടെ സംഘടനകളുടെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ലഭിക്കുന്നവർ ഉറപ്പായിട്ടും അത് നൽകുന്നവരെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് അവരുടെ മുമ്പിൽ നിങ്ങളെല്ലാവരും. കാരണം ഇങ്ങനൊരു ഇവൻറ്റ് ഇവിടെ ചെയ്യണമെങ്കിൽ തന്നെ എത്ര ദിവസത്തെ പ്രയത്നം ആയിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇനാഗുറൽ ഫംഗ്ഷനിൽ ഇത്രയും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മാതാ കോളേജിലെ ചുണക്കുട്ടികൾക്കാണ് കേട്ടോ എൻ്റെ വലിയൊരു കയ്യടി. എല്ലാവരുടെയും പെർഫോമൻസ് കണ്ട് ഞങ്ങളെ ഫസ്റ്റ് തന്നെ എല്ലാവരും ഇമ്പ്രസ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ മദർ തെരേസ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വൻമരമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു നെടുന്തൂണാണ് ജിജി മാം. അതിൻ്റെ ഏറ്റവും ശക്തമായ വേരുകളും ശിഖരങ്ങളുമാണ് അതിലെ എല്ലാ ബാക്കി മെമ്പേഴ്സും. അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസും. ഈ നന്മമരമായ ജിജി മാമിൻ്റെ എല്ലാ നന്മകളും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു കിട്ടി നാളെ സമൂഹത്തിൽ നന്മകളായി നല്ല സുഗന്ധങ്ങളായി മാറാൻ സാധിക്കട്ടെ. എനിക്കെന്തായാലും ഈ ഒരു വലിയ ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനൊരു അവസരമൊക്കെ തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി. സ്പെഷ്യലി ഗിരീഷ് ഏട്ടൻ, അദ്ദേഹമാണ് എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അപ്സര മാം ഈ ഒരു ബ്യൂട്ടിഫുൾ വേർഡ്സിന്. അടുത്ത ടേൺ നമ്മുടെ വിനീത മാമിനാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് തലവേദനയും ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ തീരെ വയ്യ. ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ജിജി മാമിനെ ആ സംസാരം എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഹഗ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വിനീത മാമിന് പറയാനുള്ളത്. പുള്ളിക്കാരിക്ക് തീരെ വയ്യ, തലവേദനയും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഇരുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ആൻഡ് മൂവിങ് ടു സൗപർണിക മാം. ഇപ്പം ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് സംസാരിച്ചിട്ടല്ലേ ഇവിടെ വരൂ, പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതല്ലേ? എല്ലാം നശിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാം വാർഷികാഘോഷ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ജിജി മാമിനെ കുറിച്ച് അറിഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നി മാമിൻ്റെ വിളിയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്താ പറയുക, മദർ തെരേസ എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കാരുണ്യവും നന്മയും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. അപ്പം 23 വർഷമായിട്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ സ്ട്രോങ് പില്ലേഴ്സായിട്ട് 2 മക്കളും ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അശ്വരരുടെ കണ്ണീരൊപ്പിക്കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വിളിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സൗപർണിക മാം. ഒരിക്കൽ കൂടി 3 പേർക്കും ഒരു വളരെ സ്പെഷ്യൽ നന്ദി ഓൺ ബിഹാഫ് ഓഫ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ.